ഭഗവാന്റെ ഐശ്വര്യരൂപമായ ചതുർഭുജ മഹാവിഷ്ണു തൻ്റെ മൂലരൂപമായ ശ്രീകൃഷ്ണനെ ദർശിച്ചു നിൽക്കുന്ന ആ ധന്യ നിമിഷത്തെ നമുക്ക് ധ്യാനിക്കാം. വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെ സ്തുതിച്ചു എന്ന് വിവരിക്കുന്ന 44-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 44-ാം ശ്ലോകം. മഹാവിഷ്ണുവിൻ്റെ സ്തുതി. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഉറവിടമായ ശ്രീകൃഷ്ണനെ വന്ദിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തുഷ്ടാവച പരം ബ്രഹ്മ നിരീഹം നിർഗുണം പരമ പ്രണമ്യ മൂർധനാ ഭക്ത്യാ ച ഭീതഭീതഃ കൃതാഞ്ജലിഃ. പദാനുപദ അർത്ഥം. തുഷ്ടാവ സ്തുതിച്ചു, പരംബ്രഹ്മ പരബ്രഹ്മത്തെ, അതായത് ശ്രീകൃഷ്ണനെ, നിരീഹം ആഗ്രഹങ്ങളില്ലാത്തവനെ, ചേഷ്ടകളില്ലാത്തവനെ, നിർഗുണം ഗുണരഹിതനെ, പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്കും അതീതനായവനെ, പരമ പരമമായവനെ, പ്രണമ്യ നമസ്കരിച്ചിട്ട്, മൂർധന ശിരസ്സുകൊണ്ട് തലകുനിച്ചു, ഭക്ത്യ ഭക്തിയോടും, ഭീതഭീതഃ അത്യധികം ഭയഭക്തികളോടെ, കൃതാഞ്ജലിഃ കൈകൾ കൂപ്പി കൂപ്പുകൈകളോടെ. സാരം. ആ ചതുർഭുജ രൂപൻ, അതായത് വിഷ്ണു, തൻ്റെ മുന്നിൽ നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപിയും നിർഗുണനും നിരീഹനുമായ ശ്രീകൃഷ്ണനെ ശിരസ്സു നമിച്ചു വന്ദിച്ചു. അത്യധികം ഭയഭക്തികളോടെ കൈകൾ കൂപ്പി അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ആത്മീയമായ ഒരു വലിയ രഹസ്യം നമുക്ക് നൽകുന്നു. നിർഗുണനും സഗുണനും. ശ്രീകൃഷ്ണൻ രൂപവാനായി മുന്നിൽ നിൽക്കുമ്പോഴും അവിടുന്ന് നിർഗുണൻ, ബിയോണ്ട് ക്വാളിറ്റീസ് ആണെന്ന് പുരാണം പറയുന്നു. അതായത് ഭൗതികമായ ഗുണങ്ങളല്ല, മറിച്ച് ദിവ്യമായ ഗുണങ്ങളാണ് അവിടുത്തേക്ക്. നിരീഹൻ. എല്ലാം പ്രവർത്തിക്കുമ്പോഴും ഭഗവാൻ ഒന്നിലും കർത്തൃത്വം ഏൽക്കുന്നില്ല. അവിടുന്ന് അക്ഷരനാണ്, നിസ്സംഗനാണ്. വിഷ്ണുവിൻ്റെ ഭക്തി. പ്രപഞ്ചപാലകനായ വിഷ്ണു പോലും കൃഷ്ണന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു എന്നത് കൃഷ്ണതത്വത്തിൻ്റെ പരമമായ ഔന്നത്യത്തെയാണ് കാട്ടുന്നത്. ഇവിടെ വിഷ്ണു ഭക്തൻ്റെ ഭാവം സ്വീകരിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, ഈശ്വരൻ്റെ മുന്നിൽ വിഷ്ണു ഭഗവാൻ കാണിക്കുന്ന ഈ വിനയം നീ ശ്രദ്ധിക്കുക. അത്യധികം ശക്തിയുള്ളവനാണെങ്കിലും ഭഗവാന്റെ മുന്നിൽ താൻ ഒന്നുമല്ലെന്ന ബോധമാണ് വിഷ്ണുവിനെ കൃതാഞ്ജലിയാക്കുന്നത്. നിന്റെ അറിവും കഴിവും കൂടുമ്പോൾ നീ വിഷ്ണുവിനെ പോലെ കൂടുതൽ വിനീതനാകണം. അഹങ്കാരമില്ലാത്ത ഹൃദയത്തിലെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കൂ. മഹാവിഷ്ണു ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞു. ഇനി 45-ാം ശ്ലോകത്തിൽ ഈ ചതുർഭുജ രൂപനോട് ഭഗവാൻ കൃഷ്ണൻ എന്താണ് കൽപ്പിച്ചത് എന്നും ഏത് സ്ഥാനമാണ് നൽകിയത് എന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.